السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, ഹദീസുൽ യൗം അൻ അംരിൻ അളീം يسعد به الناس ويتشوفون إليه ولكن كثير منهم لا يجدونه. حديثنا عن البركة وأسبابها. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയേറെ പ്രാധാന്യപൂർവ്വം നമ്മെ അറിയിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണമാകും. ജീവിതത്തിൽ നമുക്ക് വിജയം കരസ്ഥമാക്കുവാനും സൗഭാഗ്യം നേടുവാനും സാധിക്കും. അതേപോലെ തന്നെ നമ്മളെല്ലാവരും അത് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും കൊതിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമുക്ക് സംസാരിക്കുവാനുള്ളത്. അതായത്, പല ആളുകളുടെയും ജീവിതത്തിൽ അത് നഷ്ടമാവുകയാണ് അള്ളാഹുവിങ്കൽ നിന്നുള്ള ബറക്കത്ത് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കണം, എൻ്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവേ നീ ബറക്കത്ത് ചൊരിയണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. എങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ബറക്കത്ത് എന്ന് പറയുന്നത്, അതാരിൽ നിന്നാണ് ലഭിക്കേണ്ടത്, അത് ലഭ്യമാകുവാൻ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്. ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെയും ബാക്കിയുള്ള വിഷയങ്ങൾ ഇതിൻ്റെ തുടർച്ചയെന്നോണം അടുത്തയാഴ്ചയിലെ ക്ലാസ്സിലും ഒന്ന് വിശദമായി തന്നെ നമുക്ക് പഠിക്കുവാനുള്ളത്. യഥാർത്ഥത്തിൽ അൽ ബറക്കത്തു എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിന് നൽകിയിട്ടുള്ള ഡെഫിനിഷൻ, നിർവചനം, ഹിയ സിയാദത്തുൽ ഖൈരി വബഫറതുഹു വനമാഉഹു എന്നാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം? അൽ ബറക്ക, ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മലയാളത്തിൽ ബർക്കത്ത് എന്നാ പറയാ. ബർക്കത്ത് എന്നല്ല അതിന്റെ പ്രയോഗം, ബറക എന്നാണ്. റാഇന് ഫതഹായിട്ടാണ് നമ്മളത് പറയേണ്ടത്, തെറ്റിപ്പോകരുത്. ബറക്കത്ത് അതിന്റെ ബഹുവചനമാണ്, ബറകാത്ത്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഹിയ സിയാദത്തുൽ ഖൈരി, ഖൈർ നമുക്ക് വർദ്ധിച്ചു കിട്ടലാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഖൈർ വർദ്ധിച്ചു കിട്ടലാണ് ബർക്കത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഫറതുഹു, ആ ബർക്കത്ത് പൂർണ്ണമായ നിലക്ക് നമുക്ക് കിട്ടുക. വനമാഉഹു, അല്ലാഹുവിങ്കൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഖൈർ പൂർണ്ണമായി ലഭിക്കലും അത് ഓരോ ദിവസം കൂടുന്തോറും കൂടുതലായി അതിന് വളർച്ചയുണ്ടാകലും. അപ്പൊ പുരോഗതി, വളർച്ച, വിശാലത, ഇതൊക്കെ അള്ളാഹുവിങ്കൽ നിന്ന് നമുക്ക് ഖൈറായിട്ട് ഈ അർത്ഥത്തിലൊക്കെ ലഭിക്കണം. അതിനാണ് എന്തു പറയുന്നത്? ബറക്കത്ത് എന്ന് പറയുന്നത്. ഇത് നമ്മൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിരിക്കണം. വഹിയ നിഅമത്തും മിനൽ കരീമി സുബ്ഹാനഹു, അള്ളാഹു നൽകുന്ന വലിയ ഒരു ഔദാര്യമാണ് ബറക്കത്ത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിങ്കൽ നിന്നല്ലാതെ ഒരു ബറക്കത്തും നമുക്ക് ലഭിക്കുകയുമില്ല. ഫലാ ബറക ഇല്ലാ മിൻഹു, റബ്ബാണ് ബറക്കത്ത് തരേണ്ടത്. ബറക്കത്തിന്റെ ഉടമ ആരാണ്? അള്ളാഹുവാണ്. അതാണ് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കിയിരിക്കേണ്ടത്. അല്ലാഹു തആല സൂറത്തുൻ നഹ്ലിൽ 53-ാമത്തെ ആയത്തിൽ ഇപ്രകാരം പറഞ്ഞു, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് എന്തൊരു നിഅമത്ത് ലഭിക്കുന്നുണ്ടോ ഫമിനല്ലാഹ്, അത് അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാകുന്നു. അപ്പൊ എല്ലാ നിഅമത്തും ബറക്കത്തും നമുക്ക് നൽകേണ്ടവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വീണ്ടും അല്ലാഹു പറയുന്നു, നമുക്കൊക്കെ സുപരിചിതമായ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. എല്ലാ ദിവസവും നമ്മൾ രാത്രിയിൽ പാരായണം ചെയ്യൽ പുണ്യമുള്ള സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ആ സൂറത്തിന്റെ 1-ാമത്തെ ആയത്തിൽ തന്നെ അല്ലാഹു പറയുന്നത് എന്താണ്? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ.
അള്ളാഹു മഹാ അനുഗ്രഹപൂർണനായിരിക്കുന്നു. തബാറക, ബറക്കത്തുള്ളവനായിരിക്കുന്നു. ആര്? അല്ലദീ, ഒരുവനായ അല്ലാഹു ബിയദിഹിൽ മുൽക്കു, അവന്റെ കയ്യിലാണ് സർവാധികാരവുമുള്ളത്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവനാണ് എല്ലാ കാര്യത്തിനും ഏറ്റവും കഴിവുള്ളവൻ. അപ്പൊ റബ്ബാണ് നമുക്ക് ബറക്കത്ത് തരേണ്ടത്. ആ റബ്ബാണ് ബറക്കത്തിന്റെ ഉടമ. അവനിൽ നിന്ന് മാത്രമേ നമുക്കത് കരസ്ഥമാവുകയുമുള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിശേഷിപ്പിച്ചിടത്ത് കൃത്യമായി തന്നെ നമുക്ക് പലയിടങ്ങളിൽ ഈ പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ നടത്തിയിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തന്നു. പ്രത്യേകം നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 5639 ഹദീസിൽ കാണാം, അൽ ബറകത്തു മിനല്ലാഹ്, ബറക്കത്ത് ലഭിക്കേണ്ടത് അല്ലാഹുവിങ്കൽ നിന്നാകുന്നു. അപ്പൊ റബ്ബാണ് ബറക്കത്ത് തരേണ്ടത്. ഇനി ഈ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ നമ്മൾ ചില മാർഗങ്ങൾ അതിനു വേണ്ടി സ്വീകരിക്കേണ്ടതുണ്ട്. ആ ബറക്കത്തുകൾ നമുക്ക് അല്ലാഹു ഇങ്ങോട്ട് നേരിട്ട് തരികയല്ല. അതിന് അല്ലാഹു നിശ്ചയിച്ച കാരണങ്ങളുണ്ട്. എന്തൊക്കെ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തിയാൽ നമുക്ക് അല്ലാഹു ധാരാളമായിട്ട് ഹൈറുകൾ തരും, ബറക്കത്ത് തരും, അത് വർദ്ധിപ്പിച്ചു തരും. അതിൽ വളർച്ചയുണ്ടാകും, പുരോഗതി ഉണ്ടാകും, വിശാലതയുണ്ടാകും. അതിന് നമ്മളായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം, അതാണ് ഇന്ന് ചില കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിവരിക്കാൻ പോകുന്നത്. ഒന്നാമതായി അൽ ഈമാനു ബില്ലാഹി വ തഖ്വാഹ്, അല്ലാഹുവിലുള്ള അടിയുറച്ച ഈമാനും അതിനനുസരിച്ചുള്ള യഥാർത്ഥമായ പാപങ്ങളിൽ നിന്നൊക്കെ വിട്ട് തഖ്വയോടുകൂടെ ജീവിക്കലാണ് അല്ലാഹു നമുക്ക് ബറക്കത്ത് തരാനുള്ള ഒന്നാമത്തെ മാനദണ്ഡമായി നമ്മൾ അറിയേണ്ടതും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടതും അത് തന്നെയാണ്. എന്താ അതിന്റെ അർത്ഥം? തഖ്വയോടുകൂടി ഈമാനോടുകൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ ഈമാൻ ഉണ്ട് എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അതെന്റെ പ്രവൃത്തിയിൽ കാണണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവനെ അനുസരിച്ചുകൊണ്ട് ഞാൻ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യണം. ആ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ എന്റെ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടാകാവൂ. അതെന്താണ്? റഗ്ബത്തൻ ഫീ സവാബിഹി വ റിളാഹു, അള്ളാഹുവിന്റെ പൊരുത്തം, അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലം. ഇത് മോഹിച്ചുകൊണ്ടാണ് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അതിനെ പരലോകത്ത് വാല്യൂ ഉള്ളൂ, മൂല്യമുള്ളൂ. അല്ലാത്തത് വേറെ വല്ല ലക്ഷ്യങ്ങളും കടന്നുകൂടിയാൽ ആളുകളെ കാണിക്കാനോ പേരോ പ്രശസ്തിയോ അങ്ങനെ പല ഭൗതിക ലക്ഷ്യങ്ങളും ആളുകളുടെ നിയ്യത്തിൽ കടന്നു വരാലോ, അങ്ങനെയൊക്കെ ചെയ്താൽ ആ കർമ്മം ബാത്തിലാകും. അപ്പൊ അതുകൊണ്ട് തന്നെ നിയ്യത്ത് നന്നാവണം. അപ്പൊ നന്മ ചെയ്യുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്തായിരിക്കണം? ഏത് നന്മ ചെയ്യുമ്പോഴും എന്തായിരിക്കണം ഉദ്ദേശം? അള്ളാഹ് എനിക്ക് കൂലി തരണം, അള്ളാഹ് എന്നെ തൃപ്തിപ്പെടണം, അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇഷ്ടം എന്നോടുണ്ടാകണം എന്ന നിയ്യത്തായിരിക്കണം. ഇനി തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കലുമാണല്ലോ തഖ്വ. ഒരു തിന്മ ഞാൻ ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കണം? ഖൗഫൻ മിൻ ഗളബിഹി ജല്ല ജലാലുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ചിട്ടായിരിക്കണം. റബ്ബിന്റെ കോപം എന്നിൽ ഉണ്ടാകുമല്ലോ, റബ്ബ് കാണുമല്ലോ, റബ്ബ് ശിക്ഷിക്കുമല്ലോ, റബ്ബ് എന്നെ വെറുക്കുമല്ലോ എന്ന് പേടിച്ചിട്ടായിരിക്കണം നമ്മൾ ഒരു തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടത്. അതല്ലാതെ ഞാൻ ഈ തിന്മ ചെയ്താൽ ആളുകളുടെ മുമ്പിൽ ഞാൻ വഷളാകുമല്ലോ, എനിക്ക് ജനങ്ങൾ കാണുന്ന ആദരവ് നഷ്ടപ്പെടുമല്ലോ, അല്ലെങ്കിൽ ഇവിടെ പിടിച്ച് എന്നെ ജയിലിലാക്കുമല്ലോ, അല്ലെങ്കിൽ എനിക്ക് വേറെ ഏതെങ്കിലും ഭൗതികമായ നഷ്ടം ഉണ്ടാകുമല്ലോ, ഇതൊന്നും മനസ്സിൽ കരുതിക്കൊണ്ടായിരിക്കരുത് നമ്മളൊരു ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടത്. മറിച്ച് എന്റെ റബ്ബിനത് ഇഷ്ടല്ല, അതുകൊണ്ട് ഞാനത് ചെയ്താൽ എന്റെ റബ്ബ് എന്നോട് കോപിക്കും, എന്റെ റബ്ബ് എന്നെ വെറുക്കും, എന്റെ റബ്ബിന് എന്നോട് കോപമുണ്ടാകും. ആ നിയ്യത്തോടുകൂടെ ഞാൻ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണം. അങ്ങനെ ജീവിച്ചാൽ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്തുകൾ തരും. ഇത് പരിശുദ്ധ ഖുർആനിൽ ശിക്ഷിക്കപ്പെട്ട ഒരു നാട്ടുകാരെ കുറിച്ച് അല്ലാഹു പറയുന്നിടത്ത് ശേഷം പറയുന്ന ഒരു വാചകം വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. സൂറത്തുൽ അഅറാഫ് 96-ാമത്തെ ആയത്തിൽ നിങ്ങൾ കേട്ടോളൂ. ഒരു രാജ്യത്തെ അല്ലാഹു തകർത്ത് നശിപ്പിച്ചു കളഞ്ഞ ചരിത്രമാണ് അതിന്റെ മുമ്പുള്ള ആയത്തുകളിൽ പറയുന്നത്. എന്നിട്ട് അല്ലാഹു അതിന്റെ ശേഷം പറയാണ്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്
വലൗ അന്ന അഹ്ലൽ ഖുറാ, ആ നാട്ടുകാര് ആയിരുന്നുവെങ്കിൽ, ഏത് ആ ശിക്ഷിക്കപ്പെട്ട നാട്ടുകാര്, അവരായിരുന്നുവെങ്കിൽ, ആമനൂ യഥാർത്ഥ വിശ്വാസികളായിരുന്നുവെങ്കിൽ, വത്തഖൗ നന്മകൾ ധാരാളമായി ചെയ്യുകയും ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തുകൊണ്ട് അവർ തഖ്വയുള്ളവരുമായി ജീവിച്ചിരുന്നുവെങ്കിൽ, ലഫതഹ്നാ അലൈഹിം, നാം അവർക്ക് മീതെ ചൊരിഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നു, നാം അവർക്ക് തുറന്നു കൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നു, ബറകാത്തിൻ മിനസ്സമാഇ വൽ അർള്, മുകളിൽ നിന്നും ഭൂമിയിൽ നിന്നുമൊക്കെ നാം അവർക്ക് ബറകാത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നു. എങ്ങനെ ആയിരുന്നെങ്കിൽ? അവർ ഈമാനും തഖ്വയോടുകൂടെ ജീവിച്ചിരുന്നുവെങ്കിൽ. ഇപ്പൊ അവരത് ചെയ്തില്ല, അതുകൊണ്ട് അവരെ തകർത്ത് നശിപ്പിച്ചത്. അപ്പൊ നമ്മൾ എന്തായെന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഈമാനും തഖ്വയും നിലനിർത്തിയാൽ അള്ളാഹു നമുക്ക് വാനലോകത്തു നിന്നും ഭൂമിയിൽ നിന്നും നമുക്ക് അവന്റെ ബറകാത്തിന്റെ കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു തരും. നമ്മൾ പള്ളിയിലേക്ക് കയറിയപ്പോ എന്താ പ്രാർത്ഥിച്ചത്? അള്ളാഹുവിന്റെ നാമത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ സ്വലാത്തു സലാമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോ പറഞ്ഞത് എന്താ? അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക, നിന്റെ കാരുണ്യത്തിന്റെ വാതിലുകൾ എനിക്ക് മുമ്പിൽ നീ മലർക്കെ തുറന്നു തരണമേ അല്ലാഹ്. ഇത് തുറന്നു തരണം എന്നുണ്ടെങ്കിൽ കേവലം ഈ പ്രാർത്ഥന കൊണ്ടായില്ല. എന്ത് വേണം? ഈമാനും തഖ്വയും വേണം. അപ്പൊ റബ്ബ് നമുക്ക് എല്ലായിടത്തും അവന്റെ ബറക്കാത്തുകൾ നമുക്ക് ഇങ്ങനെ തുറന്നു തരും. ജീവിതത്തിൽ വെച്ചടി നമുക്ക് ദുന്യാവിലും ആഖിറത്തിലൊക്കെ പുരോഗതി അള്ളാഹു തരും. ഇനി അഥവാ വല്ല കഷ്ടപ്പാടും നമ്മുടെ ജീവിതത്തിൽ വന്നാലോ? ചിലപ്പോൾ വരും. കാരണം സത്യവിശ്വാസികൾക്ക് കൂടുതൽ പരീക്ഷണം ഉണ്ടാവും. പക്ഷെ നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനുള്ളൊരു കഴിവ് അല്ലാഹു തരും. അത് മറ്റൊരുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വിശ്വാസിക്ക് എത്ര പ്രയാസം ഉണ്ടായാലും അവൻ എന്ത് ചെയ്യും? അവൻ ക്ഷമിക്കും. അപ്പൊ അത് അവന് ഖൈറായി മാറി. നേരെ മറിച്ച് അവന് ധാരാളം ബറക്കത്തുണ്ടായാലോ വിശ്വാസി ഒരിക്കലും അഹങ്കരിക്കൂല. അവൻ എന്തു ചെയ്യും? അതിനൊക്കെ അവനൊരു നന്ദി മനസ്കതയാണ് ഉണ്ടാവുക. അതാണ് രണ്ടാമത്തെ കാരണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് കിട്ടാനുള്ള ഒന്നാമത്തത് ഇപ്പൊ കേട്ട് കഴിഞ്ഞു, ഈമാനും തഖ്വയുമാണ്. ഇനി രണ്ടാമത്തത് എന്താണ്? അള്ളാഹു ചെയ്തു തരുന്ന നിഅമത്തിനോട് നമ്മൾ എപ്പോഴും ശുക്ർ കാണിക്കണം. ശുക്ർ കാണിച്ചാൽ ബറക്കത്ത് ഇങ്ങനെ കൂടും. എന്താ ഈ ശുക്ർ കാണിക്കുക എന്ന് പറഞ്ഞാൽ, ശുക്രിന്റെ ഒന്നാമത്തെ പടി എന്താണ്? നമ്മുടെ മനസ്സിൽ നമ്മൾ ശരിക്കും ഉറച്ചു വിശ്വസിക്കണം, എനിക്ക് എന്റെ റബ്ബ് ഒരുപാട് നിഅമത്ത് തന്നിട്ടുണ്ട്, അതൊക്കെ അവൻ മാത്രമാണ് തന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കണം. ഇല്ല എന്നല്ല പറയേണ്ടത്. നമുക്ക് വേഗം അങ്ങനെ തോന്നും, എന്ത് നിഅമത്ത്, എനിക്കെന്ത് നിഅമത്താ കിട്ടിക്കണ. അപ്പൊ ഞാനും നിങ്ങളും ഇങ്ങനെ ആലോചിക്കണം, എനിക്ക് അള്ളാഹു ഒട്ടേറെ നിഅമത്ത്, അതാ അള്ളാഹ് എനിക്ക് തന്നതാണ് എന്ന് നമ്മൾ ആദ്യം ഖൽബിൽ ഉറച്ചു വിശ്വസിക്കണം. അത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? മുസ്തഫ ഒരു വഴി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് എപ്പോഴും നോക്കണം എന്ന്. എന്നെക്കാണ് മുകളിലുള്ളവരിലേക്ക് നോക്കിയാൽ എനിക്ക് സങ്കടം വരുള്ളൂ. ഏത് വിഷയത്തിലും അങ്ങനെയാണ്. എനിക്ക് എന്ത് വിഷയത്തിലാ ടെൻഷൻ? ഒന്നുകിൽ എന്റെ ശാരീരികം, അല്ലെങ്കിൽ എന്റെ സാമ്പത്തികം, അല്ലെങ്കിൽ എന്റെ മറ്റേതെങ്കിലും കാരണങ്ങളാൽ ഞാൻ ടെൻഷൻ അനുഭവിക്കണം. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്നേക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് നോക്കണം. എനിക്കിപ്പോ കൈകാലുകൾക്കും അവയവങ്ങൾക്കും ഒന്നും ഒരു പ്രശ്നമല്ല. കണ്ണിനും കാഴ്ചയില്ലാതെയും അതുപോലെ തന്നെ കൈകാലുകൾക്ക് പ്രയാസമൊക്കെ ആയിട്ട് എത്ര ആളുകൾ ബുദ്ധിമുട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, എനിക്കൊന്നുമില്ലല്ലോ. കണ്ടോ, എനിക്ക് എന്റെ ആരോഗ്യം കൊണ്ട് തന്നെ വലിയ സന്തോഷം തോന്നും. അതെപ്പോഴാണെന്നറിയാം? താഴോട്ട് നോക്കുമ്പോഴാ. എന്നേക്കാണ് എല്ലാം കൊണ്ടും മികച്ചോനെ കണ്ടാ എനിക്ക് ഇല്ല എന്നുള്ള ഈ ഇല്ലപ്പാട്ടേ പറയണ്ടാവുള്ളൂ. ഇല്ല, ഒന്നും കിട്ടിയില്ല, എപ്പോഴും മൂഡ് ഓഫ്, എപ്പോഴും ടെൻഷൻ. അതിന് അള്ളാന്റെ റസൂല് പറയണത്, നീ നിന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക. അപ്പൊ നിനക്ക് കിട്ടി എണ്ണിയാൽ ഒതുങ്ങാത്ത നിഅമത്താണ്. ഏത് കടലാസിലാ നമുക്ക് അള്ളാഹ് തന്ന നിഅമത്ത് എഴുതി തീരാ? നമുക്ക് തോന്നും അതൊക്കെ എനിക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, അതിങ്ങനെ കോളമിട്ട് എഴുതാനേ ഉള്ളൂ. വല്ലാഹി സാധ്യമല്ല. ഞാൻ പറയണതല്ല, നമ്മെ പടച്ച അള്ളാഹ് പറയാണ്, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹ് ലാ തുഹ്സുഹാ. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തിനെ നിങ്ങൾ എണ്ണാൻ മെനക്കെട്ടാൽ നിങ്ങൾക്കത് കണക്കാക്കാൻ കഴിയൂല മനുഷ്യരെ എന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്. അത്രത്തോളാണ്. കാരണം നമ്മളാകെ നിഅമത്ത് കാണുന്നത് ആകെ പണം ഉണ്ടാവുക, അല്ല സൗകര്യമുള്ളൊരു വീടുണ്ടാവുക, ഇല്ലൊരു വാഹനം ഉണ്ടാവുക, നമുക്ക് വലിയ നിഅമത്തായി. ഒന്നുമല്ല. മനുഷ്യ ശരീരം, ബോഡി നോക്ക്, ശരീരം, അകം നോക്ക്. അകം നമ്മൾ കാണുന്നില്ല, പുറം.
എവിടെങ്കിലും ഒരു തകരാറ് വന്നാൽ അതിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാനൊന്നുമല്ല, മാറ്റിവെച്ചാൽ അതിന്റെ ഒറിജിനൽ ആവില്ല. എന്നാൽ തന്നെ അതിന് വരുന്നത് എന്താണ്? കോടികൾ. നമ്മുടെ സമൂഹം കണ്ടിട്ടില്ലേ? വാട്സപ്പുകളിൽ മെസ്സേജുകളിലൂടെ ഡെയിലി നമ്മൾ കാണുകയാണ്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഓരോ അസുഖങ്ങൾക്ക് ഇത്ര കോടി വേണം, നിങ്ങളെല്ലാവരും ഉദാരമായിട്ട് സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. മൊത്തം മനുഷ്യന്റെ ചെലവല്ല അത്, ഓരോ അവയവത്തിന്റെ പ്രശ്നം. എത്രയാ എനിക്കും നിങ്ങൾക്കും കിട്ടിയ നിഅമത്ത്. ഒരു നിഅമത്ത് ഓർത്താൽ ഖിയാമത്ത് നാൾ വരെ സുജൂദിന് നമുക്ക് നീക്കാൻ കഴിയൂല. അപ്പൊ അതുകൊണ്ട് ശുക്ർ ചെയ്യുമ്പോ എന്ത് വേണമെന്നറിയോ? ഞാനും നിങ്ങൾ ഓർക്കണം, എനിക്കൊരുപാട് കിട്ടിയിട്ടുണ്ട്, അതെന്റെ റബ്ബ് എനിക്ക് തന്നതാണ്, അൽഹംദുലില്ലാഹ്. അതെന്റെ ഹൃദയത്തിലുണ്ടാകണം. അതോടൊപ്പം റബ്ബ് എനിക്ക് ആ ചെയ്തു തന്നതിന്റെ പേരിൽ എനിക്ക് അവനോട് ഇഷ്ടം വേണം. അതിന് ഞാൻ അവനെങ്ങനെ പുകഴ്ത്തണം. അതാ നമ്മുടെ ദിക്ർ. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ ഒക്കെ നമ്മൾ നാവുകൊണ്ട് അവനെങ്ങനെ പുകഴ്ത്തുകയാണ്. എന്തിന്? അവൻ തന്ന നിഅമത്ത് ഓർത്തിട്ട് അതൊക്കെ നമ്മൾ പറയേണ്ടത്. കേവലം സുബ്ഹാനല്ലാഹ് അല്ല, കേവലം അൽഹംദുലില്ലാഹ് അല്ല. അല്ലാഹ് എത്രയും തന്നതല്ലേ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് നാവുകൊണ്ട് ഇങ്ങനെ നമ്മൾ സംബന്ധിച്ച് പറയണം. മാത്രമല്ല അവയവങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന് നന്ദി കാണിക്കണം. എന്താണോ കിട്ടിയത്, ആ കിട്ടിയത് അള്ളാഹുവിന് പൊരുത്തമുള്ള മാർഗത്തിലേക്ക് മാത്രം ചെലവഴിച്ചിട്ട് അള്ളാഹ്ക്ക് വെറുപ്പുള്ളൊരു കാര്യത്തിലേക്കും ചെയ്യാതെ നമ്മൾ നന്ദി കാണിക്കണം. അങ്ങനെ നന്ദി കാണിച്ചാലോ ബറക്കത്ത് അല്ലാഹ് വർദ്ധിപ്പിച്ചു തരും. ഇത് അല്ലാഹു തആലയുടെ ഓഫറാണ്. റബ്ബിന്റെ ഓഫറിൽ മാറ്റൊന്നും ഉണ്ടാവില്ല. സൂറത്ത് ഇബ്രാഹിം 7-ാമത്തെ ആയത്ത് പഠിച്ചു വെച്ചോളൂ. അല്ലാഹു തആല പറയുകയാണ്, ലഇൻ വഇദ തഅസ്സന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങളുടെ യജമാനനായ റബ്ബിദാ നിങ്ങളോട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. ഏതെങ്കിലും മനുഷ്യന്മാരെ പ്രഖ്യാപനമല്ല, നമ്മെ പടച്ച റബ്ബാണ് നമ്മോട് ഓഫർ പറയുന്നത്. എന്താണ് ഓഫർ? ലഇൻ ശകർതും, നിങ്ങൾക്ക് കിട്ടിയ നിഅമത്തുകൾക്ക് നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുകയാണെങ്കിൽ ലഅസീദന്നകും, നിങ്ങൾക്ക് കിട്ടിയ നിഅമത്ത് ഞാൻ വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടേയിരിക്കും. അതാ ബറക്കത്ത്, അതാണ് ബറക്കത്ത്. സിയാദത്തുൽ ഖൈരി, ഖൈർ ഇങ്ങനെ വർദ്ധിപ്പിക്കുക. വനമാഉഹു, അതിന്റെ വളർച്ചയുണ്ടാവുക. വവഫറതുഹു, അതിന്റെ പുരോഗതിയും അതിന്റെ വിശാലതയും ഒക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ നിങ്ങൾക്കത് ഞാൻ വർദ്ധിപ്പിച്ചു തരും. അതേ അവസരത്തിൽ അതിന്റെ ബാക്കി കേൾക്കണം. വലഇൻ കഫർതും, ഇനി നിങ്ങൾ എന്റെ നിഅമത്തുകളോട്, എന്റെ നിഅമത്തുകൾ എന്നോട് തന്നെ ധിക്കരിക്കാൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിലോ, അല്ല തന്ന കണ്ണും കാതും കൽബും, അല്ല തന്ന പണവും അല്ല തന്ന സൗകര്യവുമൊക്കെ റബ്ബിനെതിരെ ഉപയോഗപ്പെടുത്താനാണോ നിങ്ങൾ തീരുമാനമെങ്കിൽ നിങ്ങൾ അറിയണം, ഇന്ന അദാബീ ലശദീദ്, തീർച്ചയായും എന്റെ ശിക്ഷ അതികഠിനം തന്നെയായിരിക്കും. അള്ളാന്റെ പിടുത്തത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ലട്ടോ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ 2-ാമത്തെ മാർഗം എന്താ? ബറക്കത്ത് കിട്ടാൻ ശുക്ർ വേണം ജീവിതത്തിൽ. മറന്നു പോകരുത്, ഓരോന്നും നമ്മൾ പഠിച്ചു വെക്കണം. ശുക്ർ വേണം. ഇനി 3-ാമത്തെ മാർഗം എന്താണ് ബറക്കത്ത് കിട്ടാൻ? പരിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ തിരിയണം. പൂർണ്ണമായും നമ്മൾ ഖുർആനിലേക്ക് നമ്മുടെ ഖൽബിനെ തിരിച്ചു വെക്കണം. ഏതെല്ലാം വിധത്തിൽ? തിലാവത്തൻ, പാരായണത്താലും, വതദബ്ബുറൻ, അതിന്റെ അർത്ഥം പഠിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിലൂടെയും, വഹിഫ്ളൻ, അതേപോലെ തന്നെ അത് കഴിയുന്നത്ര മനഃപ്പാഠമാക്കുന്നതിലൂടെയും, വതഅല്ലുമൻ, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെയും, അതേപോലെ തന്നെ തഅല്ലുമ, അത് പഠിക്കുന്നതിലൂടെയും, വതഅലീമ, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെയും. അല്ലാഹുവിന്റെ കിതാബ് എന്ന് പറഞ്ഞ ബറക്കത്തിന്റെ കേന്ദ്രമാണ്. ആ ബറക്കത്തിന്റെ കേന്ദ്രവുമായിട്ട് എനിക്ക് നിങ്ങൾക്കും സ്ഥിരം ബന്ധമുണ്ടാവണം. എങ്ങനെയൊക്കെ ബന്ധമുണ്ടാവണം? പാരായണം കൊണ്ടും അർത്ഥം പഠിച്ചിട്ടും അതിന്റെ ആശയം പഠിച്ചിട്ടും അപ്പോഴേ ചിന്തിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ അത് കഴിയുന്നത്ര മനഃപ്പാടമാക്കിയിട്ട് ദിവസത്തിൽ ഒരായത്തെങ്കിലുമൊക്കെ മനഃപ്പാടാക്കുക. എവിടുന്നാ എനിക്ക് അറിയാത്തത് അറിയുന്ന എളുപ്പമുള്ളത് ആദ്യം ഇങ്ങനെ മനഃപ്പാടാക്കി പോവുക. എന്നിട്ട് നമ്മുടെ നിസ്കാരത്തില്, സുന്നത്ത് നിസ്കാരത്തിലും രാത്രി നിസ്കാരത്തിലൊക്കെ ഓതുക. അങ്ങനെ അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ മുറാജഅ നടത്തിക്കൊണ്ടിരിക്കുക, അങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക.
അങ്ങനെ അതുപോലെ തന്നെ അത് പഠിപ്പിക്കുക അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആത്മാർത്ഥമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ ഖുർആൻ ബറക്കത്ത് നിറഞ്ഞതാണ്. ഇതും അല്ലാഹു തആല പറയാണ് ഈ ഖുർആൻ അങ്ങനെയാണ്. സൂറത്തു സ്വാദ് 29-ാമത്തെ ആയത്ത്, കിതാബുൻ അൻസൽനാഹു മുബാറകുൻ. കണ്ടോ, കിതാബുൻ, ഈ പരിശുദ്ധ ഖുർആൻ, അൻസൽനാഹു ഇലൈക, നബിയെ താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഈ കിതാബ് മുബാറകുൻ, ഇത് ബറക്കത്ത് നിറഞ്ഞതാണ് നബിയേ. ബറക്കത്ത് നിറഞ്ഞ ഖുർആനുമായിട്ട് നിങ്ങൾ ഏത് നിലക്ക് ബന്ധപ്പെട്ട് നോക്കൂ, ജീവിതത്തിൽ അല്ലാഹു തആല അതിന്റെ ബറക്കത്ത് തരും, ഒരു സംശയവും വേണ്ട സഹോദരങ്ങളെ. അപ്പൊ മൂന്നാമതായി വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധമാണ്. പ്രത്യേകിച്ച് നമ്മൾ അതുമായി എത്രത്തോളം ബന്ധപ്പെടുന്നുവോ, അത് എത്ര പാരായണം ചെയ്യുന്നുവോ, എത്ര മനഃപ്പാഠമാക്കുന്നുവോ, എത്ര അതിന്റെ അർത്ഥം വിശദീകരിക്കുന്ന ക്ലാസ്സുകളിലും സംരംഭങ്ങളിലുമൊക്കെ നമ്മൾ പങ്കെടുത്തിട്ട് അത് നമ്മൾ പഠിച്ചു വെക്കുന്നുവോ, അല്ലാഹു അതിലൂടെ ബറക്കത്ത് തരും. നമുക്ക് ദുന്യാവിലും ആഖിറത്തിലും അതുകൊണ്ട് പ്രയോജനമുണ്ടാകും. മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മൾ താമസിക്കുന്ന വീടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വീടുകളിൽ ബറക്കത്ത് കിട്ടണ്ടേ, നമ്മൾ താമസിക്കുന്ന വീടുകളിൽ നമുക്ക് സ്വൈരം വേണ്ടേ, സമാധാനം വേണ്ടേ, അതുണ്ടാവൽ എങ്ങനെയാണ്, അവിടെ ബറക്കത്ത് ഉണ്ടാവൽ എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ ഹദീസുകളുടെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അത് വിവരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ്, ഇന്നൽ ബൈത, തീർച്ചയായും ഒരു വീട്, ലയത്തസിഉ അലാ അഹ്ലിഹി, അവിടെ താമസിക്കുന്ന ആളുകൾക്കത് വളരെ വിശാലമായി തോന്നും. വീടിന്റെ വിശാലത പറഞ്ഞാൽ എന്താ? അവിടെ താമസിക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. അതേപോലെ തന്നെ വതഹ്ദുറുൽ മലായിക, ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഹാജരാകും. വതഹ്ജുറുഹു ശയാത്തീൻ, അവിടെ നിന്ന് ശൈത്താന്മാർ ഇറങ്ങി ഓടും. വയക്സുറു ഖൈറുഹു, ആ വീട്ടിൽ ബറക്കത്തുകൾ അധികരിക്കും. എപ്പോൾ? അൻ യഖറഅ ഫീഹിൽ ഖുർആൻ, വീട്ടിൽ ഖുർആൻ ഓതപ്പെടുന്നുണ്ടോ, ഈ പറഞ്ഞതൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്നു. മറുവശം കേട്ടോ, വഇന്നൽ ബൈത, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, വഇന്നൽ ബൈത, അതേ അവസരത്തിൽ ഒരു വീട്, ലയളീഖു അലാ അഹ്ലിഹി, അതിൽ താമസിക്കുന്ന മെമ്പർമാർക്ക് വല്ലാത്ത ടെൻഷനായിരിക്കും ആ വീട്ടിൽ പാർക്കുമ്പോ. അവരെ മനസ്സ് കുടുങ്ങിപ്പോകുന്നു, എപ്പോഴും ടെൻഷൻ കഴിഞ്ഞ് നേരം ഉണ്ടാവില്ല എന്ന് അവിടെ താമസിക്കുമ്പോ. മാത്രമല്ല വതഹ്ജുറുൽ മലായിക, റഹ്മത്തിന്റെ മലക്കുകൾ ആ വീട്ടിലേക്ക് കയറൂല. വതഹ്ദുറുഹു ശയാത്തീൻ, അതേ അവസരത്തിൽ ശൈത്താന്മാരാണ് ആ വീട്ടിലേക്ക് ചേക്കേറി കടന്നു വരിക. വയഖില്ലു ഖൈറുഹു, അതുപോലെ തന്നെ ആ വീട്ടിലെ ഖൈറുകളൊക്കെ നശിച്ചു പോകും. അതൊക്കെ പതുക്കെ പതുക്കെ അങ്ങ് കുറഞ്ഞ് നാമാവശേഷമായി പോകും. എപ്പോഴല്ല യുഖറഅ ഫീഹിൽ ഖുർആൻ, അവിടെ ഖുർആൻ ഓതപ്പെടുന്ന സ്വഭാവം ഇല്ലാതെയാകുമ്പോ. അപ്പൊ വീടുകളിൽ ഖുർആൻ ഓതണം. അത് ടേപ്പ് റെക്കോർഡറിനെയോ വാട്സപ്പിനെയോ നമ്മുടെ മൊബൈൽ ഫോണിനെയോ ഏൽപ്പിക്കല്ല. നമ്മൾ പച്ചയായ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പാരായണം ചെയ്യേ. ഇത് നമ്മുടെ ഖൽബ് നന്നാവാനാ, നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാവാനാ. പ്രത്യേകിച്ച് അവിടെയൊക്കെ അൽ-ബഖറ പ്രത്യേകമൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് അത് മറ്റു വിഷയങ്ങൾ പറയുമ്പോൾ നമുക്ക് പറയാനുണ്ട്. എന്തായിരുന്നാലും മൂന്നാമത്തെ കാരണം എന്താ നമ്മൾ മനസ്സിലാക്കിയത്? ഖുർആനുമായിട്ടുള്ള ആത്മബന്ധം നമ്മൾ നിലനിർത്തിയാൽ അല്ലാഹു നമുക്ക് ബറക്കത്ത് തരും. ഇനി കേട്ടോളൂ, നാലാമത്തെ പ്രശ്നം എന്താണ്? നാലാമതായി നമ്മൾ ചിന്തിക്കേണ്ടത് അൽ-ഇക്സാറു മിനൽ ഇസ്തിഗ്ഫാരി ലൈലൻ വനഹാറാ, രാവും പകലുമൊക്കെ വ്യത്യാസമില്ലാതെ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിക്കണം. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹുവേ എന്റെ പാപങ്ങൾ പൊറുക്കണേ, അതാണ് ഇസ്തിഗ്ഫാർ. റബ്ബിനോട് പാപമോചനത്തിന് വേണ്ടി എത്രത്തോളം നമ്മൾ തേടുന്നുവോ അത്രത്തോളം നിങ്ങൾ നോക്കൂ. ഖുർആൻ ഇവിടെ 6 ബറക്കത്തുകൾ ഒരൊറ്റ ആയത്തിൽ തന്നെ പറഞ്ഞു തന്നിരിക്കുന്നു. എന്തിന്? ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ കിട്ടുന്ന ദുന്യവിയും ഉഖറവിയുമായ 5-6 ബറക്കത്തുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞതാണത്.
മഹാനവറുകൾ പറയാണ്, ഫഖുൽതു, ഞാൻ എൻ്റെ ജനങ്ങളോട് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ യജമാനനായ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണേ, പാപമോചനത്തേട്ടം നടത്തണേ ജനങ്ങളെ. നൂഹ് നബി ജനങ്ങളോട് പറഞ്ഞതാ. എത്ര കൊല്ലം മുമ്പ്, എത്ര ആയിരം കൊല്ലം പറഞ്ഞതായത്. ഒന്നാമത്തെ ഗുണം എന്താണ്? ഇന്നഹു കാന ഗഫാറ, അല്ലാഹ് ഏറെ പൊറുക്കുന്നവനാണ്. അല്ലാഹ് പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ, റബ്ബ് മനുഷ്യരല്ലേ, നമ്മളൊക്കെ മലക്കുകളല്ലല്ലോ, നമുക്ക് തെറ്റുകൾ വരുമല്ലോ. അള്ളാന്റെ പ്രത്യേക കാവല് കിട്ടുന്ന നബിമാരുമല്ലല്ലോ നമ്മളൊന്നും. അതുകൊണ്ട് പാപങ്ങളൊക്കെ നമ്മളിലും വരുമല്ലോ. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ ഒന്നാമത്തെ ഗുണം, ഗഫാറായ റബ്ബ് നമുക്ക് പൊറുത്തു തരും. ഇനി പറയാൻ പോണോക്കെ ദുന്യാവ് കിട്ടുന്ന കാര്യങ്ങളാ. കണ്ടോ, ബറക്കത്തുകൾ എണ്ണുകയാണ്. ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് വെള്ളം കിട്ടും, മഴ കിട്ടും, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ. ഇപ്പൊ നമ്മളെ ഇസ്തിഗ്ഫാർ കുറയുമ്പോഴാണ്, പാപങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് മഴക്ക് ക്ഷാമം നേരിടുന്നത്. അതുകൊണ്ടാണ് മഴയ്ക്ക് വേണ്ടി തേടുമ്പോ നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നത്. കണ്ടോ, ഇസ്തിഗ്ഫാർ ചെയ്താൽ മഴ കിട്ടും. മൂന്നാമത്തെ ബറക്കത്ത് നോക്കൂ, വയുംദിദുക്കും ബിഅംവാൽ, നിങ്ങൾക്ക് അല്ലാഹു മുതല് തന്ന് സഹായിക്കും. കണ്ടോ, മാല് മുതല് തരും. വബനീന, മക്കളില്ലാത്തവർക്ക് മക്കളെ തന്നുകൊണ്ട് അല്ലാഹു സഹായിക്കും. അതുപോലെ തന്നെ വയജഅൽ ലക്കും ജന്നാത്ത്, നിങ്ങൾക്കവൻ നല്ല നല്ല ഫലങ്ങൾ നിറഞ്ഞ തോട്ടങ്ങൾ തരും. വയജഅൽ ലക്കും അൻഹാറ, അവൻ നിങ്ങൾക്ക് ആ തോട്ടങ്ങളിലും അതുപോലെ തന്നെ മറ്റു ഘട്ടങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് കുടിക്കാനും കുളിക്കാനും ഉപകരിക്കുന്ന വിധത്തിൽ ജലസേചന സൗകര്യാർത്ഥം നിങ്ങൾക്കവൻ അരുവികളും പുഴകളും തോടുകളും ഒക്കെ സമൃദ്ധമായി നൽകും. 6 ബർക്കത്താ പറഞ്ഞത് ഒരൊറ്റ ഇസ്തിഗ്ഫാറിന്. നോക്കൂ നിങ്ങൾ, നിസ്കാരശേഷം ഒരു 3 അസ്തഗ്ഫിറുള്ളവരെ മര്യാദക്ക് ചൊല്ലാൻ സമയമില്ലാതെ നമ്മൾ നീറ്റ് ഓടുകയാണ്. ഏതൊക്കെ ഘട്ടത്തിൽ നമുക്ക് ഇസ്തിഗ്ഫാർ ചെല്ലാനുണ്ട്. ആ ഇസ്തിഗ്ഫാർ എത്ര വർദ്ധിപ്പിക്കുന്നു സുഹൃത്തുക്കളെ, അതൊക്കെ പഠിച്ചു വെച്ചോളി. എത്ര എണ്ണുണ്ട് നമുക്ക് ഇസ്തിഗ്ഫാറുണ്ട്. അതൊക്കെ നമുക്ക് മറ്റവസരങ്ങളിൽ ഓരോന്നും പറയുമ്പോൾ അതിന്റെ വിശദതലങ്ങളിലേക്ക് പോയാൽ നമ്മളെ സമയം നീങ്ങുള്ളൂ. നിങ്ങളെല്ലാവരും പഠിച്ചു വെക്കണം. ഇസ്തിഗ്ഫാറിനൊക്കെ എത്ര എത്ര ദുആകളുണ്ട്. ഒക്കെ പഠിച്ച്, അർത്ഥസഹിതം പഠിച്ച് ജീവിതത്തിൽ അത് കൊണ്ടുവരണം. ദുന്യാവിലും ബറക്കത്തുണ്ടാവും, ആഖിറത്തിലും ബറക്കത്തുണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 5ാമത്തെ കാരണം കൂടി പറഞ്ഞ് ഞാൻ ഇന്നത്തത് അവസാനിപ്പിക്കുകയാണ്. അൽ-ഇക്സാറു മിൻ സ്വലാത്തിൻ നാഫിലതി ബിൽ മൻസിലി, വീടുകളിൽ വെച്ച് സുന്നത്ത് നിസ്കാരം നിങ്ങൾ അധികരിപ്പിക്കണം. പുരുഷന്മാർക്ക് ഫർള് നിസ്കാരം മാത്രമാണ് പള്ളിയിൽ കൂടുതൽ പുണ്യമുള്ളത്. അതല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ പുരുഷന്മാര് വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് അവർക്ക് ഏറ്റവും ഉത്തമം. കണ്ടോ, അപ്പൊ നമ്മൾ പള്ളിയിൽ നിന്ന് ഫർള് നിസ്കരിക്കാനാ പള്ളിയിൽ പോകേണ്ടത്. ഫർളിന്റെ തൊട്ട് മുമ്പും ശേഷമൊക്കെ ഉള്ള സുന്നത്തുകളൊക്കെ എവിടേക്ക് മാറ്റിയേക്കണം? വീട്ടിലേക്ക്. സൗകര്യം ഉണ്ടെങ്കിൽ, ഡ്യൂട്ടിക്കിടയിൽ ഇപ്പൊ നമ്മൾ പോകുമ്പോ നമുക്ക് വീട്ടിലേക്ക് സുന്നത്ത് നിസ്കരിക്കാൻ വരാൻ പറ്റുമോ? സൗകര്യം ഉണ്ടെങ്കിലായി പറയണത്. നമുക്കിപ്പോ പള്ളിക്ക് പോണീന് മുമ്പ് വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടോ? എന്നാ അതാ നല്ലത്. പള്ളി നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല, അതിനും കൂലി കിട്ടും. പക്ഷെ അതിന്റെയൊക്കെ എത്രയോ ഫർളിനെ പോലത്തെ കൂലി നമുക്ക് അവിടെ കിട്ടുകയാണ് വീട്ടിൽ നിസ്കരിക്കുമ്പോ. ഇനി നിങ്ങൾ ഫർള് നിസ്കരിച്ചു, പരീക്കാ നേരെ പോണത്, മാർക്കറ്റിലേക്കോ വേറെ എടുക്കുമല്ല, നിങ്ങൾ വീട്ടിക്കാ പോണത്, എന്നാ സുന്നത്ത് അങ്ങോട്ട് നീട്ടി വെച്ചോളിന്ന്. പള്ളിയിൽ നിസ്കരിക്കണതിനേക്കാണ് കൂടുതൽ കൂലി സുന്നത്ത് എവിടെ നിസ്കരിക്കലാണ്? വീട്ടിൽ നിന്നാണ്. ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സുന്നത്തുകളാണ്. അത് നമ്മളെ വീട്ടിന് ഐശ്വര്യമാണ്, ബറക്കത്താണ് എന്ന് പഠിപ്പിക്കുന്നത് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. കേട്ടോളൂ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത 778ാമത്തെ ഹദീസിൽ കാണാം, ഇദാ ഖദാ അഹദുകുമുസ് സ്വലാത ഫീ മസ്ജിദിഹി, നിങ്ങളിൽ ഒരാൾ തന്റെ ഫർള് നിസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിച്ചു കഴിഞ്ഞാൽ, ഫൽയജഅൽ ലിബൈതിഹി നസീബാ മിൻ സലാത്തിഹി, അവന്റെ നിസ്കാരത്തിൽ നിന്ന് ഒരു വിഹിതം അവന്റെ വീട്ടിലേക്ക് മാറ്റിവെക്കട്ടെ. ഒരു വിഹിതം വീട്ടിൽ നിന്നാ ചെയ്യേണ്ടത്. ഫർള് കഴിഞ്ഞാൽ നമ്മൾ ഫർള് നിസ്കരിച്ചാൽ മതി. അവിടുന്ന് സുന്നത്തുകൾ വീട്ടിലേക്ക് പോയിക്കോളി. എന്തേ കാരണം? ഫഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ജാഇലുൻ ഫീ ബൈതിഹി, അവന്റെ വീട്ടിൽ അത് കാരണമായിട്ട്, മിൻ സലാത്തിഹി, അവൻ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നത് കാരണമായിട്ട് അല്ലാഹു അവന്റെ പുരയിൽ, അവന്റെ വീട്ടിൽ നിശ്ചയിക്കുന്നതാണ് ഖൈറാ, ഖൈറിനെ നിശ്ചയിക്കുന്നതാണ്. നോക്കൂ സഹോദരങ്ങളെ, ഒരു 4-5 കാരണങ്ങളെ ഞാൻ പറഞ്ഞോളൂ. ഇൻഷാ അല്ലാഹ് മറ്റു കാരണങ്ങൾ ഇനിയുമുണ്ട്. വിശാലമാണ് ഈ വിഷയം, നമ്മൾ പഠിക്കണം. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം.
ഒരിക്കലും മറന്നു പോകരുത്, കേട്ട് വെറുതെ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ പഠിക്കുന്നതും പറയുന്നതുമായ ഇൽമുകൾ പറയുന്ന എനിക്കും നിങ്ങൾക്കൊക്കെ അമല് ചെയ്യാനുള്ളതാണ്, അല്ലാതെ വെറുതെ കേട്ടിരിക്കാനുള്ളതല്ല. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമ്മൾ അടുത്ത ആഴ്ചത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ബറക്കത്ത് കൂടുതൽ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅനിനാ കുല്ലിഹി വഹ്ദിനാ അല്ലാഹുമ്മ സദ്ദിദ്നാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. വസല്ലല്ലാഹു അലാ നബിയ്യിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.